ഹലോ ഫാമിലി. എനിക്ക് പണിയല്ലാതെ ഒരു ദിവസം അങ്ങോട്ട് വീട്ടിലിരുന്നപ്പോൾ ഞാൻ എന്ത് ദൈവമാരെ ആരെയും പണിക്ക് വിട്ടിട്ടില്ല. സത്യത്തിൽ അന്ന് എല്ലാവർക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ സിബിനെയും വർക്കിന് വിട്ടില്ല. ഞാനും അന്ന് ഫ്രീ ആയിട്ടൊരു ദിവസം വരുന്നു. അപ്പം നമ്മുടെ അമൃതയുടെ കെട്ടിയവൻ സന്തോഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷിന് ഈ ചെടികൾ എന്നൊക്കെ പറഞ്ഞ പ്രാന്താണ്. സന്തോഷിന് ചില ആൾക്കാർ പറയുമല്ലോ, ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കാറുണ്ട്. കൈ നല്ലതാ സന്തോഷിൻ്റെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത്, മഴക്കോൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കോലഞ്ചേരിയിൽ ഞാനൊരു തവണ എന്തോ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഷീജയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെടി വാങ്ങി പോയപ്പോൾ ഞാനതിന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാൻ പറഞ്ഞത് സന്തോഷം, നമുക്ക് വേനലും മഴയും, കാരണം നല്ല ചൂടും ഉണ്ട് എന്നാൽ മഴയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റിന് പറ്റുന്ന കുറച്ച് ചെടികൾ എടുത്തോ. കാരണം നമ്മുടെ ഇവിടെ ഈ രാസമഴയും ഈ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളുകൊണ്ട് ചെടിച്ചട്ടി കംപ്ലീറ്റ് ഉണങ്ങി പുല്ലൊക്കെ പിടിച്ച് മൊത്തം പോയിരിക്കണമായിരുന്നു. ഇവനാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ വലിയതാണ് കേട്ടോ ഈ നഴ്സറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം എടുത്ത് പകുതി ആയപ്പോഴേക്കും നല്ല മഴ എന്ന് വെച്ചാൽ ഹെവി മഴ. ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇന്ന് ഫുള്ള് മഴയാണെന്നുള്ളത്. എനിക്ക് ഈ ചെടികളുടെ മിക്കവരുടെയും പേരൂരൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ മുല്ലവർഗത്തിൽപ്പെട്ട ചെറിയ പൂവ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു പൂളുള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് നിന്നായിരുന്നു കേട്ടോ, കുഞ്ഞലേക്കെ ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചെടിയൊക്കെ പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ നിന്ന് വെച്ചതല്ലേ. ഞാനതും പറഞ്ഞാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഈ വാഴ പോലത്തെ സാധനമൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് വെച്ചതാണ്. പക്ഷെ ഇവരെയൊക്കെ സെറ്റ് ചെയ്ത് ഗാർഡനിലാക്കിയപ്പോൾ എന്ത് ലുക്കാണ്, ഒടുക്കത്തെ വിലയും. പക്ഷേ ഇല്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഗാർഡനിൽ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ഒരു ഭീമ ഗാർഡനോ പിന്നെ ഒരു ഗ്രീൻ ഗാർഡൻ, അങ്ങനെ 1-2 ഗാർഡൻസിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ സ്വതവേ ഇച്ചിരി വിലക്കുറവ് തോന്നാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറേ വട്ടം ഇവിടെ വരുന്നത്, ഈ സാധനമൊക്കെ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നില്ലേ. ഞാനിതൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കുഞ്ഞു ചെടികൾ മുതൽ വലിയ തൈകൾ, നമ്മളെ വീട്ടിലേക്കൊക്കെ വേണ്ട തെങ്ങും പ്ലാവ് അങ്ങനത്തേക്ക് ഇല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ അവിടേക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഒരു 10-12 പോട്ടിലേക്കുള്ള ചെടികൾ എടുത്തിട്ടാ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000 രൂപ അടുത്തേക്ക് ആയിട്ടുണ്ട് നമ്മളിതെടുത്തപ്പോൾ. ഞാൻ ഈ വില പറയണത് എന്താണെന്നറിയോ, നമ്മളൊരു 10-12 പോട്ടിലേക്കുള്ളത് എടുത്തപ്പോൾ തന്നെ അത് അത്യാവശ്യം നമുക്കിപ്പോൾ ഒരു പെരവാർപ്പൊക്കെ കഴിഞ്ഞു. എന്നാൽ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം, ഒരുപാട് പൈസ ഇറക്കാനും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വരാൻ പറ്റിയൊരു ഗാർഡനാണ്. എറണാകുളത്തുള്ളവർക്കൊക്കെ കോലഞ്ചേരി കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇവിടെ കോലഞ്ചേരി റോഡ് സൈഡിൽ തന്നെയാണ് ഇവർക്ക് ഇൻഡോർ പ്ലാന്റും ഉണ്ട്. ഇൻഡോർ പ്ലാന്റിനും ഭയങ്കര വിലയൊന്നുമില്ല കേട്ടോ. ഇൻഡോർ പ്ലാന്റ് എല്ലാവരും ഭയങ്കര അടിപൊളി വെക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു പുതിയ വീടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേന്താണ് മണി പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്താലും മതി. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് വെക്കുന്നു. ഞാൻ ചുമ്മാ വീഴൊക്കെ പറഞ്ഞിട്ട് ഡാൻസൊക്കെ കളിച്ചവിടെ നിന്നതാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു സിബിച്ചനെടുത്ത് തന്നതാണ് ഈ വീഡിയോ. എനിക്കിങ്ങനെയൊക്കെ അറിയില്ല കേട്ടോ, എന്തോ സിനിമാറ്റിക് മോഡലൊക്കെ എടുക്കാനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. സിബിച്ചനോ അല്ലെങ്കിൽ സച്ചോ ആണ് ഇങ്ങനത്തെയൊക്കെ എനിക്ക് എടുത്തു തന്നത്, എന്തൊക്കെയോ മോഡൽ. പക്ഷേ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ലോകത്ത് ഒരു മനുഷ്യരെ പേടിയില്ല, ഒരു സാധനം പേടിയില്ല. പക്ഷെ ആകെ പേടിയുള്ളത് ഇടിമിന്നലാണ്. ഞാൻ മുമ്പൊക്കെ ഇടിമിന്നൽ പേടിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം കൂട്ട് നിൽക്കാൻ ഒരാളുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് പേടിയാണ്. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഇങ്ങനെ ഇടി വെട്ടിയിട്ട് മറ്റേ ലൈൻ കമ്പിയുടെ അവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒരു ഷോക്ക് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്കും ലോകത്ത് ഒരു മനുഷ്യനെ പേടിയില്ലാത്തൊരു മനുഷ്യനാ. അങ്ങനത്തെ എൻ്റെ മോളാണല്ലോ ഞാൻ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. പിന്നെ അവിടെയൊക്കെ നടന്ന് പിന്നെ ചെത്തിയാന്ന് തോന്നണ്, ചെത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു റെയർ കളറൊക്കെ കിട്ടി, ഒരു പീച്ചിഷ് ഓറഞ്ച്. അതാണ് ഞങ്ങൾ ആ ചൂണ്ടിക്കാണിച്ചത്. ഒരൊറ്റ തൈ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ എടുത്തിട്ട് പോന്നു. പിന്നെ എനിക്കൊന്ന് വെള്ള പിങ്കൊക്കെ കിട്ടിയായിരുന്നു. സാധാരണ റെഡും വൈറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. റെഡ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ അങ്ങ് ശരിയായി വരും, പിന്നെ അങ്ങോട്ട് പോവും. ഈ ചെത്തിക്ക് എനിക്ക് തോന്നുന്നത് എന്തോ സ്ഥാനമൊക്കെ നോക്കിയാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനതിലൊന്നും അങ്ങനെ, നമ്മൾ ഒരുപാട് ഇങ്ങനെ അന്ധവിശ്വാസിയല്ല. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കെട്ടിപ്പൊക്കി പോന്നപ്പോഴേക്കും ഞങ്ങളുടെ വീടെത്താനായപ്പോൾ, ഈ കരിമുകളെത്താനായപ്പോൾ കോട, അതായത് മഴയും ചെറിയ കോടയും. നിഖിൽ എന്ന് പറഞ്ഞ കൊരങ്ങനെ എന്നോട് പറയുന്നത്, കോടയല്ലടോ നിങ്ങളുടെ പൊല്യൂഷൻ്റെ അവിടുത്തെ പോകുകയൊന്നുമല്ല കേട്ടോ, കോട കിട്ടിയായിരുന്നേ. ഞങ്ങളെല്ലാ ചെടിച്ചട്ടിയും കൊണ്ടുവന്ന് നിരത്തി അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ്, ചിലതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് മണ്ണും പുറത്തേക്ക് ഇട്ട് സന്തോഷം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. കാരണം എനിക്ക് കുനിഞ്ഞെന്നുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ അന്നാമ്മേൻ്റെ ഡെലിവറി കഴിഞ്ഞ പിന്നെ നടുവിന് ചെറിയൊരു ഇതുണ്ട്. ഒരുത്തം നോക്കിയാൽ മേളിൽ നിൽക്കണേണ്.
അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഇവന്മാരാണ്, അതായത് ഡ്യൂട്ടിക്ക് കയറുന്ന ഇവന്മാരെ കൊണ്ട് കയറ്റിക്കാന്ന് വെച്ചിരിക്കണായിരുന്നു. ഇവിടെ ശിവാനിയും മാളും നമ്മുടെ താഴത്തെ റൂമാണ് കേട്ടോ. താഴത്തെ റൂമിലാണ് പിള്ളേർ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി അലങ്കോലമായിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഹോളിലൊക്കെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുത്ത് ഓടാൻ നിൽക്കേണ്ടത്. ഇതാകുമ്പോൾ ആ റൂമിൽ പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുത്തനും നമ്മുടെ രാജേച്ചിയും കൂടിയാണ് കിച്ചണിൽ ഇന്ന്. അപ്പോൾ ബീഫ് വെക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ കിച്ചണിൽ ഇവർ രണ്ടുപേരും കൂടിയുള്ള യുദ്ധമാണ്. എന്തൊക്കെയോ തപ്പി നടക്കുവാണ് കേട്ടോ ഞാൻ കയറിയപ്പോഴേക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും സച്ചുവിൻ്റെ എൻട്രി. സച്ചുവിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ലോവിൽ ഭയങ്കര വൃത്തിയായിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അതായത് ഈ മല്ലിയിലൊക്കെ ഞാനൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിടുള്ളൂ. ഇവൻ അവിടെ ഇച്ച് കത്തിയും കൊണ്ട് കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞ്. പിന്നെ ഈ കത്തി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര വീക്ക്നെസ് ആണ്. ആ കത്തിനെ കുറിച്ചാണ് വർണ്ണിക്കണത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി പോയപ്പോൾ കത്തി വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ കത്തി ഇത്തിരി നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വെയിറ്റുള്ള കത്തിയൊക്കെ മേടിക്കണം, അതാകുമ്പോൾ തേച്ച് കല്ലിലൊക്കെ തേച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ 1-2 കത്തി മേടിച്ചു. അപ്പം കത്തിനെ കുറിച്ച് പോയെടുത്തുന്ന ആളത് ഞാൻ എൻ്റെ വോയിസ് ഇടാച്ചതേ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒറിജിനലായിട്ട് അവൻ്റെ വോയിസ് ഇടണം വിചാരിച്ചതാണ്. അപ്പം പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിൻ്റെ ഇത് വന്നിട്ട് ഇനി അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് വരണ്ടല്ലോ. അപ്പം ഭയങ്കര പാചക ഗുരുവിനെ പോലെയാണ് പുള്ളിക്കാരൻ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ബീഫ് കറിയുടെ ഇത് പ്രിപ്പറേഷൻ ഇടേണ്ടതുള്ളൂ. അപ്പം അടുത്ത ദിവസം ഇവന്മാര് കറി വെക്കുന്ന ഇടാം. അതിൻ്റെ ഇടയിൽ കൂടി കാണിച്ചത് എൻ്റെ വയറൊക്കെ ഇച്ചിരി കൂടി ചുരുങ്ങി കഴിഞ്ഞാൽ വയറൊക്കെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പറയുന്നത്. അപ്പോൾ ഡെയിലി വർക്കൗട്ടിന് ഇവന്മാരെല്ലാവരും കൂടി പോകാനൊക്കെ ഇറങ്ങും. നമുക്ക് എല്ലാവർക്കും കൂടി വർക്കൗട്ടിന് പോകണം, ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങും. കാരണം ഇവന്മാരുണ്ടെങ്കിൽ എനിക്ക് രാവിലെ നമ്മളിപ്പോൾ വെളുപ്പിന് നടക്കാൻ പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, ഇവന്മാരുണ്ടാവും. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്കൗട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. പിന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് തിരക്കൊണ്ട് ഞാൻ പോവും, ഇവരെ വഴിക്ക് പോവും. അങ്ങനെ രസമായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സൺഡേ പോലത്തെ ഒരു ദിവസം, ഒരു ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആയിരുന്നു. എനിക്ക് പോവേണ്ടി വന്നില്ല, അതുകൊണ്ട് ഇവന്മാരെ പിടിച്ചിരുത്തിയതാണ്. സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അമൃതയ്ക്ക് എന്താണെങ്കിലും സങ്കടം ഉണ്ടാവും. കാരണം അവളുടെ ഒരു 3 മാസമൊക്കെ ആവാതെ അവൾക്ക് വരാൻ പറ്റത്തില്ലല്ലോ, കുഞ്ഞുള്ളതല്ലേ. അപ്പൊ സന്തോഷം ഉണ്ടായിരുന്നു, രായിച്ചേച്ചി ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, സിബിച്ചനും സച്ചുവും എല്ലാവരും. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ കൂടെ വന്നു ചേരുന്നവരാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നവരെ. നമ്മളപ്പോൾ ഉച്ചയ്ക്ക് ചെറിയ മഴ പെയ്തു, കപ്പയും മീൻകറിയും ബീഫും ചോറും ഒരു ചെറിയൊരു ഒലത്തും ഇഞ്ചിക്കറിയും അങ്ങനെ എല്ലാം കൂടി ഒരു പല വകയായിട്ട് ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവിടെ ചതച്ച്. ഞാനപ്പോൾ പായസക്കടയിൽ നിന്ന് പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പായസോണി കുടിച്ചപ്പോഴേക്കും എല്ലാവരും പടമായി. പിന്നെ അനങ്ങാൻ പറ്റിയില്ല. അതേ നമ്മുടെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ ഒരാളെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ചേച്ചി വന്നിട്ടൊക്കെ പോകും. ഇതൊരു കുട്ടി വ്ളോഗാണ്, ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, കുഞ്ഞു വ്ളോഗാണ്. കുഞ്ഞു സന്തോഷം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.